PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി നിലനിന്നിരുന്ന CPയുടെ എതിർപ്പ് ഇന്ന് പൊട്ടിത്തെറിയായി മാറി. സർക്കാരിനെയും CPMനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. മുന്നണി മര്യാദകളുടെ നഗ്നമായ ലംഘനമെന്ന് ആവർത്തിച്ച ബിനോയ് വിശ്വം ഇതൊരു ഗവൺമെന്റ് ആണെന്നും ചോദിച്ചു. പദ്ധതിയിൽ ഒപ്പിട്ടതിൽ അസ്വാഭാവികതയുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അതെന്ത് ഗവൺമെന്റാണ്? എന്താ അതിന്റെ കുറ്റത്തരവാദിത്വം? ഒരു മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാരെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടുകളെ, ആ മന്ത്രിമാരുടെ വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് കുറ്റത്തരവാദിത്വമാണ്? അതല്ല LDF, അതാകരുത് LDF, അതായിക്കൂടാ. ഇതല്ല LDFന്റെ ശൈലി, ഇതാകരുത് LDFന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇടതുപക്ഷത്തിന്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, നമ്മൾ ഇന്നിപ്പോൾ കണ്ടത് LDFൽ അടുത്ത കാലത്തെങ്ങും നമ്മൾക്ക് പരിചിതമില്ലാത്ത രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു. അസ്വാഭാവികമായ, അസാധാരണമായ നീക്കങ്ങളാണോ LDFൽ ഇപ്പോൾ കാണുന്നത്? CPയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഡോക്ടർ അരുൺകുമാർ, CPI കടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ലെങ്കിൽ പോലും ബിനോയ് വിശ്വം പറഞ്ഞ ഓരോ വാക്കും CPIMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇതെന്തൊരു മന്ത്രിസഭ എന്ന് മന്ത്രിസഭയിലെ രണ്ടാമത്തെ കക്ഷിയിലെ ഒന്നാമത്തെ നേതാവിന് ചോദിക്കേണ്ടി വന്ന സാഹചര്യം മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ളതാണ്. തൊട്ടിപ്പുറത്തിരുന്ന മന്ത്രി GR അനിലിനെ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭയിലുള്ള ഈ ആൾ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല, എന്ത് കരാറിലാണ് ഒപ്പിട്ടതെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞത് വാക്കുകൾ കൊണ്ട് പറയാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വിമർശനമാണ്. മുന്നണി മര്യാദയെന്നും ഞങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നതെന്നും ഞങ്ങൾക്കൊപ്പം മറ്റു കക്ഷികളെയും ഒന്നും അറിയിക്കാതെ CPIM മുന്നോട്ട് പോകുന്നതും എന്നുമൊക്കെ പറഞ്ഞ വാക്കുകൾ വലിയ പ്രതിസന്ധിയിലാണ് ആ മുന്നണി സംവിധാനത്തെ തന്നെ കൊണ്ടുപോകുന്നത്. അതൊരു മുന്നറിയിപ്പായി കാണണം. 27-ാം തീയതി നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് ഞങ്ങൾ പോകും എന്ന സൂചന കൂടിയാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലുള്ളത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. പൊട്ടിത്തെറിക്കുമ്പോഴും സംയമനത്തോടുകൂടി തന്നെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പത്രസമ്മേളനം. അടുത്ത വാക്കുകളോ പ്രയോഗങ്ങളോ ഒന്നും CPMനെയോ ഇടതുമുന്നണിയുടെ പൊതുരാഷ്ട്രീയത്തെയോ ബാധിക്കുന്നതൊന്നും വാക്കുകളിലുണ്ടായില്ല. വളരെ അക്കാഡമിക്കായ, വളരെ പക്വമായ പ്രതികരണമാണ് ഉണ്ടായത് എന്നതും നമ്മൾ വിലയിരുത്തണം.